ഒരിക്കൽ കൂടെ ദൈവജനത്തിന് മുമ്പിൽ എൻ്റെ യേശു വലിയവനാണെന്ന് സാക്ഷിക്കുവാൻ അവിടം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും കൃപയ്ക്കും ബലത്തിനുമായി ഞാൻ മുന്നമേ ആ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും യോഗ്യതയില്ലാത്ത രംഗത്ത്, ഒരിക്കലും യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു നിർത്തിയതിനെ ഓർത്ത് ഞാൻ ആ നാമത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ വഴിയിലൂടെ പോകുവാൻ ആഗ്രഹിച്ച് ജീവിതം തുടങ്ങിയ വ്യക്തിയായിരുന്നില്ല. ആത്മീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരുന്നില്ല. സുവിശേഷ പ്രഘോഷണങ്ങളും കൂട്ടായ്മകളും ഈ ബൈബിളുമെല്ലാം എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും ഒക്കെ എടുത്ത് കൂട്ടായ്മകളിലേക്കൊക്കെ പോയപ്പോൾ ഞാൻ അതെല്ലാം വളരെ വെറുപ്പോടും അവനയോടും കണ്ട് ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ കർത്താവിന് എത്രമാത്രം സ്നേഹമാണ് നമ്മുടെ ഓരോരുത്തരോടും. നിങ്ങളിൽ പലരും അനവധി കാരണങ്ങളാൽ, ചിലർക്ക് സഭാസ്നേഹം കൊണ്ട്, ചിലർക്ക് പള്ളികളോടുള്ള സ്നേഹം കൊണ്ട്, അങ്ങനെ പലവിധ കാരണങ്ങളാൽ സത്യവചനത്തിൻ്റെ വാതിൽ സ്വയമായി അടച്ചു കളഞ്ഞവരോ അല്ലെങ്കിൽ അടച്ച് കളയപ്പെട്ടവരോ ആണ്. എന്നാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. കർത്താവിന് നമ്മൾ ഓരോരുത്തരോടും കരുണ തോന്നി. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുമെന്നാണ് വചനം. ആ വചനത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമാണ് നാം ഓരോരുത്തരും ഇന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും അല്ല, നല്ല ആരോഗ്യത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നന്ദിയുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ മുമ്പിൽ നേരെ നോക്കുവാനുള്ള പ്രാഗൽഭ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ കൈ വിറയ്ക്കാതെ, ഭയമില്ലാതെ രണ്ട് മനുഷ്യരുടെ മുന്നിൽ നോക്കുവാൻ എന്നെ സഹായിച്ച, എൻ്റെ തല ഉയർത്തി തന്ന സർവശക്തനായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരാം. അതിൽ പറയുന്നത് ഒരു പുരുഷാരത്തെക്കുറിച്ചാണ്. വലിയൊരു പുരുഷാരം. നമുക്കെല്ലാം പരിചിതമായ വേദഭാഗങ്ങളാണ്. നാം അനേക തവണ സുവിശേഷം കേട്ട വേദഭാഗങ്ങളാണ്. ക്രിസ്തു വീണ്ടും പടകിൽ കയറി ഇക്കരെ വന്നപ്പോൾ വലിയൊരു പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഞാൻ ചിന്തിച്ചു, വലിയൊരു പുരുഷാരം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നാം ഇവിടെ വന്ന് ക്രിസ്തുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. എന്നാൽ ക്രിസ്തു ഇന്ന് ഈ വചനത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് പോലെ അന്ന് ആശ്ചര്യമായി ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് ആ വചനം കേൾക്കുവാൻ വലിയ പുരുഷാരം വന്നിരിപ്പുണ്ട്. ആ പുരുഷാരം പലവിധ കാരണങ്ങൾ നോക്കി വന്നവരാണ്. ഒരു കൂട്ടർ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ വന്നു. ചിലയിടത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കുരുടന്മാർ രോഗസൗഖ്യം പ്രാപിക്കുന്നു, ചെകിടന്മാർ രോഗസൗഖ്യം പ്രാപിക്കുന്നു, ചിലർ മരിച്ചവർ എഴുന്നേൽക്കുന്നു. അത് നോക്കി അത് കാണുവാൻ വന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ അവിടെ വന്നത്, ചിലർ വിമർശന മനോഭാവത്തോടെയാണ്. ഇവൻ ആ നിയമം ലംഘിക്കുന്നുണ്ടോ? അല്ല, പരീശന്മാർ ചിലർ അന്നത്തെ യഹൂദ പ്രമാണങ്ങൾ ഈ മനുഷ്യൻ ലംഘിക്കുന്നുണ്ടോ? വിമർശന സ്വഭാവത്തോടെ വന്നിരുന്നു. എന്നാൽ മറ്റു ചിലർ അവിടെ വന്നിരുന്നു, നമ്മളെപ്പോലെ ആവശ്യഭാരത്തോടുകൂടെ ഒരു സമൂഹം ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. അവർ ആഗ്രഹിച്ചത് ആ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേരുവാനാണ്. ക്രിസ്തുവിൽ നിന്ന് വല്ലതും സാധിക്കുമോ പ്രാപിക്കുമോ എന്നറിയുവാനാണ് അവർ വന്ന് കൂടിയത്. അതേപോലെ അന്ന് അവിടെ വന്ന ഒരു വ്യക്തിയായിരുന്നു യായിറോസ്. യായിറോസ് ഒരു പള്ളിപ്രമാണിയാണ്, റൂളർ ഓഫ് ദ ചർച്ച്, അല്ലെങ്കിൽ സിനഗോഗിലെ ഒരു പ്രമാണി. പുരോഹിതനല്ല, പ്രമാണിയാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അതിൻ്റെ 21, 22, 23, 24 വാക്യങ്ങളിൽ പറയുന്ന ചില മർമ്മങ്ങളാണ്. അന്നവിടെ യായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്ന്
ക്രിസ്തുവിനെ കണ്ട്, അവനെ കണ്ട് എന്നാണ് പറയുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5:22 പറയുന്നത് അവനെ കണ്ട് കാൽക്കൽ വീണു എന്നാണ്. ഞാൻ ഇപ്രകാരം വിശാലമായി അതിനെ ചിന്തിച്ചു. യായിറോസ് ആരാണ്? യായിറോസ് ഒരു പള്ളിപ്രമാണിയാണ്. പള്ളിപ്രമാണി എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വളരെയേറെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ പള്ളിപ്രമാണി യാതൊരു സങ്കോചവും കൂടാതെ, അല്ല പള്ളിയിലെ പുരോഹിതൻ എന്ത് എന്ന് പറയുന്നു നോക്കാതെ, അല്ല മഹാപുരോഹിതന്റെ തിട്ടൂരം മേടിക്കാതെ, അല്ലല്ല, അവർ എന്ത് പറഞ്ഞ് അകറ്റി നിർത്തിയാലും ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് യായിറോസ് അവിടെ വന്നു. അനേക പുരുഷാരം ക്രിസ്തുവിന് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അനേകർ അവിടെ നിൽപ്പുണ്ട്. വലിയ തിക്കും തിരക്കുമാണ്. അതിൻ്റെ 24 പറയുന്നുണ്ട് തിക്കിക്കൊണ്ട് ഇരുന്നു എന്ന്. പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യായിറോസ് ആദ്യമായി വന്നു, ആവശ്യഭാരത്തോടെ വന്നു, ക്രിസ്തുവിനെ കണ്ടു. അപ്പോൾ തന്നെ കാൽക്കലങ്ങ് വീഴുകയാണ്. ക്രിസ്തുവിനെ കണ്ടപ്പോഴേ യായിറോസ് അങ്ങ് വീണു. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, യായിറോസും പറഞ്ഞിട്ടുണ്ടാകും ഇവൻ ഭൂതന്മാരുടെ തലവന്മാരെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണെന്ന്. യായിറോസും പറഞ്ഞിട്ടുണ്ടാകും ഇവൻ കള്ളനാണ് എന്ന്. യായിറോസും പറഞ്ഞിട്ടുണ്ടാകും ഇവൻ നമ്മുടെ യഹൂദ പ്രമാണങ്ങൾക്കെതിരായി വന്നവനാണ് എന്ന്. എന്നാൽ യായിറോസ് ഹൃദയഭാരത്തോടെ ഒരു വലിയ വിഷയത്തിൽ അകപ്പെട്ടു പോയപ്പോൾ, തൻ്റെ കുഞ്ഞുമകളുടെ അത്യാസന്ന നിലയിലിരിക്കുന്ന ആ വലിയ ഭാരം അവനെ മതിച്ചപ്പോൾ, അവനെല്ലാം വിട്ട് ജീവന്റെ നാഥാവിനെ തേടിയിറങ്ങി. അപ്പോൾ അവൻ്റെ മുമ്പിൽ മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആര് വിലക്കിയാലും അവനൊരു വിഷയമല്ല. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായപ്പോൾ അന്നത്തെ വൈദ്യന്മാരെ ഉറപ്പായിട്ടും യായിറോസ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ അന്നത്തെ എല്ലാവരും ഉപേക്ഷിച്ച് യാതൊരു വിധത്തിലും രക്ഷയില്ലാത്തവനായി അവൻ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ അവന് ലക്ഷ്യം ക്രിസ്തു മാത്രമാണ്. അവിടെ ചുറ്റും വന്നിരിക്കുന്നവർ അവനൊരു വിഷയമല്ല. അവൻ്റെ കൂടെയിരിക്കുന്ന സഹോദരൻ അവന് വിഷയമല്ല. അവൻ്റെ മുന്നിലിരിക്കുന്നവർ അവന് വിഷയമല്ല. യായിറോസിന് പള്ളി ഇപ്പോൾ വിഷയമല്ല. യായിറോസിന് പുരോഹിതൻ ഇപ്പോൾ വിഷയമല്ല. യായിറോസിന് മഹാപുരോഹിതൻ ഇപ്പോൾ വിഷയമല്ല. യായിറോസിന്റെ ഭാര്യ പോലും ഇപ്പോൾ വിഷയമല്ല. യായിറോസിന്റെ അപ്പനും അമ്മയും ഇപ്പോൾ വിഷയമല്ല. യായിറോസിന് ഒറ്റ വിഷയം എൻ്റെ കുഞ്ഞുമകളുടെ രോഗസൗഖ്യമാണ്. അതുകൊണ്ട് തന്നെ യായിറോസ് അവനെ കണ്ടു. ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അരികിലുണ്ട്. അന്ന് യായിറോസ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ കാൽക്കലങ്ങ് വീണു. ആ വീഴ്ചയിലെല്ലാം ഉണ്ട്. അവൻ ചെയ്തു കൂട്ട പാപങ്ങളെല്ലാം അവിടെയുണ്ട്. സാഷ്ടാംഗം വീണ് കിടക്കുന്ന യായിറോസാണ്. അതിനുശേഷം യായിറോസിന്റെ കാര്യമങ്ങ് പറഞ്ഞു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് എന്ന്. അവൾ അത്യാസന്ന നിലയിലിരിക്കുന്നു. എൻ്റെ മകൻ അത്യാസന്ന നിലയിലിരിക്കുന്നു. എൻ്റെ ഭാര്യ അത്യാസന്ന നിലയിലിരിക്കുന്നു. അല്ല, എൻ്റെ സഹോദരൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എന്നാൽ ഇതിനൊരു പരിഹാരം ലോകത്തിന് തരുവാൻ സാധിക്കില്ല. നീ വന്ന് എന്ന്. നീ വരാതെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന്. ദൈവജനമേ, ഞാനും ഭയത്തോടും വിറയിലോടും കൂടിയാണ് നിൽക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകുമോ? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും മാറുവാൻ അനേക വിഷയങ്ങളുണ്ട്. ഞാനും ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഇവിടെ ഇപ്പോൾ നിന്ന് നിങ്ങളോട് കൂടി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എന്താണ് കാരണം? നാം ഓരോരുത്തരും ഇവിടെ വന്നിട്ടുണ്ട്. നാം ക്രിസ്തുവിനെ ഇപ്പോൾ കാണുകയാണ്. നമുക്ക് അവൻ്റെ തിരുസന്നിധിയിലേക്കൊന്ന് വീഴണം. അനേക പുരുഷാരമോട് നിന്നപ്പോഴും യായിറോസിന് മറ്റാരും വിഷയമല്ല. അവൻ ക്രിസ്തുവിനെ കണ്ടു, കാൽക്കൽ വീണു, തിക്കിത്തിരക്കി ഫ്രണ്ടിലേക്ക് ചെന്നു, വകഞ്ഞു മാറ്റി നിന്ന് പറഞ്ഞു, നീ ഇന്ന് വരണമെന്ന്, നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞു. ക്രിസ്തു വച്ചാൽ, ക്രിസ്തു തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ് എന്ന് യായിറോസിന് വിശ്വാസമുണ്ട്. യായിറോസ് വിമർശിച്ചവനായിരുന്നു. യായിറോസ് പള്ളിപ്രമാണിയായിരുന്നു. മഹാപുരോഹിതന്മാരുടെ കൂടെ അനേക തവണ വിമർശിച്ചിട്ടുണ്ട് എന്ന് അവൻ വളരെ അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ
അവൻ വീണ് കിടന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ഹൃദയത്തിൽ ചിന്തിച്ചേ, അല്ല നിങ്ങളൊന്ന് അപേക്ഷിച്ചേ. എന്നാൽ യായിറോസ് ഒന്നും നോക്കിയില്ല, അവൻ വളരെ അപേക്ഷിച്ചു. അവനോട് കൂടെ പോയി. ക്രിസ്തു പിന്നെ മറ്റൊന്നും നോക്കിയില്ല. ക്രിസ്തു ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. ക്രിസ്തു ഇപ്പോൾ യായിറോസിന്റെ കൂടെ അങ്ങ് പോവുകയാണ്. നിങ്ങൾ അനേകർ ക്രിസ്തു ഇല്ലാത്തവരായി ഇവിടെ വന്നു, അല്ല നാം അനേകർ ക്രിസ്തുവിനെ വിട്ടിട്ട് ഇവിടെ വന്നു. അനേക തവണ മാനസാന്തരത്തിന്റെ വചനം കേട്ടിട്ടുണ്ട്, അനേക തവണ ഹൃദയങ്ങളെ കുത്തിമുറിക്കുന്ന പാപബോധം തരുന്ന വചനം കേട്ടിട്ടുണ്ട്. എന്നാൽ വസ്ത്രം മുഷിഞ്ഞവരായി, വസ്ത്രം നഷ്ടപ്പെട്ടവരായി, അല്ല ഈ ലോകത്തിന്റെ കൂത്തുകാഴ്ചയ്ക്ക് നിന്നു കൊടുത്തിട്ട് നാം ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ട് എങ്കിൽ അന്ന് യായിറോസ് വന്നതുപോലെ ക്രിസ്തുവിനെ കണ്ടപ്പോഴേ, അല്ല ഞാൻ പാപിയാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് നീ വന്ന കാര്യമൊന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഒന്ന് ക്ഷണിച്ചു നോക്കിക്കേ. അപ്പോൾ മൃദുവായൊരു ശബ്ദം എൻ്റെയും നിങ്ങളുടെയും ചെവിയിൽ മുഴങ്ങും, ഞാൻ നിന്നോടുകൂടെ വരാമെന്ന്. വലിയ പുരുഷാരം ആ പുറകെ ചെല്ലുന്നുണ്ട്, അവർ തിക്കി തിരക്കുന്നുണ്ട്. ദൈവജനമേ, ഞാൻ നിങ്ങൾ ഒരു കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. യായിറോസ് എന്തിനാണ് വന്നത്? യായിറോസിന്റെ വിഷയമാണ്. എന്നാൽ തൻ്റെ കുഞ്ഞുമകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് യായിറോസോട് വന്നത്. കുഞ്ഞുമകൾ ഇപ്പോൾ അത്യാസന്ന നിലയിലാണ്. നിങ്ങൾക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാം. നിങ്ങൾക്ക് ആ തിരുസന്നിധിയിലേക്ക് ഒന്നിരിക്കാം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആ തിരുപ്പാദം ഒന്ന് മുത്താം. നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പറഞ്ഞുകൊള്ളൂ, എൻ്റെ യേശുവേ, എൻ്റെ ഈ വലിയ ബന്ധനങ്ങളുടെ മുകളിൽ, എൻ്റെ ഈ വലിയ പാപത്തിൻ്റെ മുകളിൽ, അല്ല ഞാൻ നേരിടുന്ന ഈ രോഗത്തിന് മുകളിൽ, അല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ വലിയ വിഷയത്തിന് മുകളിൽ ഒന്ന് വരണമെന്ന്. ഇന്നേക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സമനില തെറ്റിയവനായി, ആരോരും ആശ്രയം തരാതെ, വചനത്തിൽ യാതൊരു പിടുത്തവുമില്ലാത്തവനായി, ഒരു ഭ്രാന്തനെ പോലെ ഇരുന്ന് ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അലറി വിളിച്ച് നമ്മ സമയത്ത് അവിടുന്ന് എൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ SSLC എക്സാമിന് തലേ ദിവസം അന്ന് എനിക്ക് ക്രിസ്തുവിനെ യഥാർത്ഥമായി പിടികിട്ടി. എനിക്കത് പറയുന്നതിൽ യാതൊരു അവിശ്വാസവുമില്ല, എനിക്കത് സാക്ഷ്യപ്പെടുത്തുന്നതിലും യാതൊരു അവിശ്വാസവുമില്ല. കാരണം അന്ന് എൻ്റെ പ്രാർത്ഥനയെ മാനിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് വിശ്വാസം വരുവാൻ പറയുന്നത് ആണ്. നിങ്ങളുടെ മക്കളുടെ വിഷയങ്ങളിൽ, അല്ല നിങ്ങളുടെ ഭാര്യയുടെ വിഷയങ്ങളിൽ, അല്ല നിങ്ങളുടെ പിതാവിൻ്റെ വിഷയത്തിൽ ക്രിസ്തു അത്ഭുതം തരുവാൻ യോഗ്യനാണ്. അതിന് യോഗ്യൻ ക്രിസ്തു മാത്രമാണ്. അന്ന് യായിറോസിൻ്റെ യാചനയാണ് ക്രിസ്തു കേട്ടത്. അന്ന് എൻ്റെ അമ്മയുടെ യാചന കേട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തിരുത്തൽ ശക്തിയായി ക്രിസ്തു ഉള്ളിലേക്ക് വന്നു. എനിക്ക് ക്രിസ്തുവിനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, എനിക്ക് ദൈവത്തെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പഠിക്കുവാൻ യാതൊരു സാഹചര്യവുമില്ലാതെ, ഒരു എക്സാം എഴുതുവാൻ പേന കയ്യിൽ പിടിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ, പിടിച്ചാൽ കൈ വിറയ്ക്കുന്ന രംഗത്ത് നിന്ന് ഞാനന്ന് ഒരു ദൈവദാസനിലൂടെ ഒരു വചനം കേട്ടു, പൂർണ്ണമായി ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കണമെന്ന്. എന്നാൽ അതിൻ്റെ ആഴമോ പരപ്പോ ദൈവവചനത്തിൻ്റെ വലിയ വലിയ ആഴങ്ങളൊന്നും മനസ്സിലാക്കാതെ എൻ്റെ ചെറിയ ആഗ്രഹം ഞാനന്ന് എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ യേശുവേ, ഒന്നെൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മേലൊന്നിരിക്കണമേ എന്ന്. എന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം അന്ന് വലിയ അടയാളം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അന്ന് വലിയ ഉന്നതമായൊരു വിജയം തന്ന് എന്നെ കർത്താവ് വിജയിപ്പിച്ചെടുത്ത് പിന്നീടുള്ളതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. അവനെൻ്റെ ആ തലകുനിഞ്ഞ അവസ്ഥ മാറ്റിത്തന്നു. പിന്നീട് ഞാൻ പഠിച്ച രംഗത്തെല്ലാം ഉന്നതമായ മാർക്കോടെ ഒന്നാമനാക്കി നിർത്തി. എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകളുണ്ടായിരുന്നു. ഓരോന്നോരോന്ന് ദൈവസന്നിധിയിൽ തിരുത്തുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. പിന്നീട് പിന്മാറിപ്പോയ അവസരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപകടങ്ങൾ അനേകം സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അശുദ്ധി കടന്നു വന്നിട്ടുണ്ട്. ജീവിതത്തിൽ കോപവും ക്രോധവും എല്ലാം വന്നിട്ടുണ്ട്. ചെയ്യരുതാത്ത പാപങ്ങളിലേക്കൊക്കെ പലതും പോയിട്ടുണ്ട്. എങ്കിലും വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം, ആ കർത്താവ് യേശു ക്രിസ്തു എന്നെ തിരികെ ആ വിശുദ്ധിയുടെ വഴിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അതിനുശേഷം നാം വായിക്കുകയാണ്. അതിൻ്റെ 36-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു.
അതിനുശേഷം ക്രിസ്തു ആ പള്ളിപ്രമാണിയുടെ കൂടെ ആ പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ വലിയൊരു മർമ്മമുണ്ട്. ക്രിസ്തു പോകുന്നത് പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്കാണ്. എന്നാൽ പോകുന്ന വഴിയിൽ അവിടുന്ന് വീണ്ടും വലിയൊരു അത്ഭുതം നടക്കുകയാണ്. 12 വർഷം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്. പല വൈദ്യന്മാർ ചികിത്സിച്ചിട്ടുണ്ട്. എന്നാൽ സൗഖ്യമൊന്നും കിട്ടിയിട്ടില്ല. അവിടെ അവൾ ആവലോടെ വന്ന് ക്രിസ്തുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ആ തൊങ്ങലിലൊന്ന് തൊട്ടു. അവിടെയും സൗഖ്യം നടക്കുകയാണ്. എന്നാൽ എനിക്കൊന്ന് പറയുവാനുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പള്ളിപ്രമാണിയായ യായിറോസ് അവിടെ ക്രിസ്തു ഇല്ലാത്തവനായി വന്നിരുന്നു. നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലെ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായി അന്ന് യായിറോസ് വന്നു. എന്നാൽ യായിറോസിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഈ നാഥനെ ഒന്ന് പരിചയപ്പെടണം, എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. അതുകൊണ്ട് അവൻ പുരുഷാരത്തെ നോക്കിയില്ല. ആ സാഷ്ടാംഗം വീണ് തൻ്റെ കാര്യമങ്ങ് നിലവിളിച്ചു പറഞ്ഞു. ക്രിസ്തു ആ അപേക്ഷ കേട്ടു, അവനോടുകൂടെ പോവുകയാണ്. എന്നാൽ യായിറോസിന്റെ ഭവനത്തിൽ ചെന്ന് വലിയ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ യായിറോസിനെ വിശ്വാസിയാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. യായിറോസ് കാണെ മറ്റൊരത്ഭുതം അവിടെ സംഭവിക്കുന്നു. അതിനുശേഷം യായിറോസ് ഒരു വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിന് 35 വരുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് വലിയൊരു നടുക്കുന്ന ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുത്തു. നിന്റെ മകൾ മരിച്ചുപോയി എന്ന്. ഗുരുവിനെ ഇനി ശല്യപ്പെടുത്തേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ യായിറോസിന്റെ പ്രതികരണം നാം അവിടെ കാണുന്നില്ല. യായിറോസിന് ഇപ്പോൾ വിശ്വാസമാണ്. എൻ്റെ മകൾ മരിച്ചുപോയി എങ്കിലും എൻ്റെ കൂടെ രക്ഷകനുണ്ട്. എൻ്റെ മകൾ തകർന്നു പോയി എങ്കിലും എൻ്റെ കൂടെ രക്ഷകനുണ്ട്. ആ രക്ഷകൻ ആരാണ്? ആ രക്ഷകൻ 12 സംവത്സരമായിട്ട് രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ ഇവിടെ വന്നിരുന്നു. ആ സ്ത്രീ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടതേ ഉള്ളൂ, അവിടുന്ന് സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് യായിറോസിന്റെ പ്രതികരണമൊന്നും വചനത്തിൽ കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ യായിറോസ് ഒരു വിശ്വാസിയാണ്. മകൾ മരിച്ചു എന്ന വാർത്ത കേട്ടാലും, ഭാര്യ മരിച്ചു എന്ന വാർത്ത കേട്ടാലും, അല്ല ഭവനത്തിൽ വലിയ തീ പിടിച്ചു എന്ന് കേട്ടാലും യായിറോസിന് ഭയപ്പെടുകയില്ല. എന്നാൽ വീണ്ടും പള്ളിപ്രമാണി ഉറപ്പിക്കുവാൻ ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ദൈവജനമേ, എനിക്ക് നിങ്ങളോടും നമുക്ക് ഓരോരുത്തരോടും ഇത് മാത്രമേ പറയുവാനുള്ളൂ. നിങ്ങളിന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. നിങ്ങളുടെ കുടുംബത്തിലെ ഭയമോർത്ത്, നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തിലെ കടഭാരം ഓർത്ത്, നിന്റെ മകന്റെ വിഷയമോർത്ത്, നിന്റെ മകളുടെ വിഷയമോർത്ത്, നിന്റെ ഭാര്യയുടെ വിഷയമോർത്ത്, അല്ല നിന്റെ ഭർത്താവിന്റെ രോഗത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ് ദൈവവചനം. യായിറോസിന്റെ മാനസികാവസ്ഥ എന്താണ്? അതൊന്നും ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തേണ്ടതല്ലേ? യായിറോസ് വന്നതും ക്രിസ്തുവിനെ കണ്ടതും ദൈവസന്നിധിയിൽ ഇരുന്നതും യായിറോസ് എഴുന്നേറ്റതും ക്രിസ്തു കൂടെ പോയതും തിക്കിയതും തിരക്കിയതും പറഞ്ഞ ഈ വചനത്തിൽ യായിറോസിന്റെ ഭയത്തെ പറ്റിയും മകൾ മരിച്ചപ്പോഴുള്ള അവസ്ഥയെ പറ്റിയും ഒന്നും പറയുന്നില്ല. കാരണമുണ്ട്. യായിറോസ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീയെ കണ്ടിരുന്നു. ആ സ്ത്രീ ഒന്ന് ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ വന്ന് തൊട്ടു. തൽക്ഷണം ശക്തി പുറപ്പെട്ടു, സൗഖ്യം കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ യായിറോസിന് അവിശ്വാസമില്ല. യായിറോസ് പൂർണ്ണ വിശ്വാസിയാണ്. അതുകൊണ്ട് യായിറോസിന്റെ പ്രതികരണങ്ങളൊന്നുമില്ല. ക്രിസ്തു നേരെ ഭവനത്തിലേക്ക് ചെന്നു. കുട്ടി മരിച്ചിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ചുറ്റും ചില ബന്ധുക്കളൊക്കെ നിൽക്കുന്നുണ്ട്, അല്ല ചാർച്ചക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ചിരി വരികയാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, കുട്ടി മരിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളുടെ പലരുടെയും മക്കളെ നോക്കി, അന്ന് എൻ്റെ അമ്മയെ നോക്കി പറഞ്ഞതുപോലെ, അന്ന് നിങ്ങളുടെ സമൂഹത്തിലുള്ളവരെ നോക്കി പറഞ്ഞതുപോലെ, നിന്റെ ഭർത്താവിനെ നോക്കി, നിന്റെ ഭാര്യയെ നോക്കി, നിന്റെ മക്കളെ നോക്കി ക്രിസ്തു പറയുന്നതാണ്, ഓ കുട്ടി
കുട്ടി മരിച്ചിട്ടില്ല, നിന്റെ മകൻ നശിച്ചിട്ടില്ല, നിന്റെ മകൻ വീണുപോയിട്ടില്ല, നിന്റെ മകൻ നശിച്ചു പോയിട്ടില്ല മകളെ എന്നാണ് പറയുന്നത്. അല്ല, അവൻ ഉറങ്ങുകയത്രയെന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം ക്രിസ്തു ആ കൈക്ക് പിടിക്കുകയാണ്. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് ക്രിസ്തു അവിടെ ഒരു വാക്യം പറഞ്ഞു, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ബാലെ എഴുന്നേൽക്ക എന്ന്. ബാലെ എഴുന്നേൽക്ക എന്ന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ എഴുന്നേറ്റു. അനേകർ പറയുന്നുണ്ട് അവൻ മരിച്ചുപോയി എന്ന്. അനേകർ പറഞ്ഞിട്ടുണ്ട്, യായിറോസ് നീ എന്തിനാണ് ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നതെന്ന്. അനേകർ പറയുന്നുണ്ട് നിനക്ക് ഈ പ്രാർത്ഥന നിർത്തിക്കൂടെ എന്ന്. അനേകർ പറയുന്നുണ്ട് നിനക്ക് ഈ കൂട്ടായ്മ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന്. അനേകർ പറയുന്നുണ്ട് നിനക്ക് ഈ പണിയൊന്ന് നിർത്തിക്കൂടെ എന്ന്. എന്നാൽ വചനം എന്താണ് പറയുന്നത്? നിന്റെ കുട്ടി മരിച്ചിട്ടില്ല, നിന്റെ രോഗത്തിന് ഫലമുണ്ട്. എനിക്കത് പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞിന് വലിയ അപകടം വന്നപ്പോൾ അന്ന് ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ട്, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് പൂർണ്ണ സൗഖ്യം തന്ന ഒരു യേശു ഉണ്ട്. കുഞ്ഞ് മരിച്ചു എന്ന് ചിന്തിക്കാം, കുഞ്ഞ് മരിച്ചു പോട്ടെ എന്ന് പലരും പറയാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ക്രിസ്തു ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, അല്ല സമൂഹത്തോട് പറയുന്നത്, കുട്ടി മരിച്ചിട്ടില്ല, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ രോഗത്തിന് ഇന്ന് പരിഹാരമുണ്ട്, നിന്റെ ബന്ധനങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ട്, നിന്റെ കടബാധ്യതയ്ക്ക് ഇന്ന് പരിഹാരമുണ്ട്. അല്ല മകനെ, അനേക തവണ തീരുമാനങ്ങൾ എടുത്തു, വീണ്ടും വീണ്ടും വീണുപോയി. അശുദ്ധിയിലാണ് നീ ഇപ്പോൾ വന്നിട്ടുള്ളത്, ക്രിസ്തു ഇല്ലാത്തവനായിട്ടാണ് നീ വന്നിട്ടുള്ളത്. അന്ന് യായിറോസ് വന്നത് ഒരു പള്ളിപ്രമാണിയായിട്ടാണ്, എ റൂളർ ഓഫ് ചർച്ച്. ക്രിസ്തുവുമായി യാതൊരു പരിചയവുമില്ലാത്തവനായി അവിടെ വന്നു. അവൻ സാഷ്ടാംഗം വീണു, ക്രിസ്തു അവന്റെ കൂടെ പോയി. ഇപ്പോൾ അനേക പുരുഷാരം വന്നു, അനേക കൂട്ടായ്മക്കാർ വന്നു. എന്നാൽ ഇപ്പോൾ യായിറോസിന്റെ കൂടെ ക്രിസ്തു ഉണ്ട്, യായിറോസിന്റെ ഭവനത്തിൽ ക്രിസ്തു ഉണ്ട്, യായിറോസിന്റെ മകൾ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കും. ഏതാണ് വലിയ അത്ഭുതം? ഇന്ന് യായിറോസിന്റെ മകൾ എഴുന്നേറ്റ് വന്നതുപോലെ മറ്റൊരു ദിവസം എൻ്റെ നാഥൻ രണ്ടാമത് വരും. ആ ദിവസം വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. ആ ദിവസം വിദൂരമല്ല. ലോകത്തിന്റെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ലോകത്തിൽ ബന്ധനങ്ങളുണ്ട്, സങ്കട വിഷയങ്ങളുണ്ട്, ദുഃഖ വിഷയങ്ങളുണ്ട്. എന്നാൽ നാം ഒന്ന് തള്ളപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ലോകത്തിലെ വിഷയങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം ഇവിടെ പരിഹാരമുണ്ട്. ദൈവജനമേ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾക്കൊന്ന് യായിറോസ് വീണതുപോലെ നിങ്ങൾക്ക് സാഷ്ടാംഗം ഒന്ന് വീഴാമോ? അവിടുന്ന് ഒന്ന് അപേക്ഷിക്കാമോ? ക്രിസ്തു നിങ്ങളുടെ കൂടെ വരും. ഞാനും എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ആ തിരുപ്പാദത്തിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ.